വർഗീയ ശക്തികളെ വെള്ളപൂശിക്കൊണ്ടാണ് UDF ജാഥയുടെ തുടക്കമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടാനാണ് UDF നീക്കം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് കോൺഗ്രസ്. ലീഗിന്റെ ആശയങ്ങൾ രൂപപ്പെടുത്തുന്ന ശക്തിയായി ജമാഅത്തെ ഇസ്ലാമി മാറിയെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. UDFന്റെ ജാഥ ഇപ്പോഴാരംഭിച്ചിരിക്കുക. വർഗീയ ഭീകര ശക്തികളെ വെള്ളപൂശിക്കൊണ്ടാണ് അവരുടെ തുടക്കം. പ്രതിപക്ഷ നേതാവ് വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് വരാൻ പോകുന്ന കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്. ലീഗും ആ നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. ലീഗിൻ്റെ ആശയ ധാരണകൾ രൂപപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗമായി ജമാഅത്തെ ഇസ്ലാമി മാറുകയാണ്. വാർത്താ സമ്മേളനത്തിന്റെ സമഗ്ര വിവരങ്ങളുമായി PV കുട്ടൻ കൂടി ചേരുകയാണ് നമ്മളോടൊപ്പം. കുട്ടൻ, ഈ കോൺഗ്രസിന്റെ UDFന്റെ വർഗീയ നിലപാടുകൾ, വർഗീയ കൂട്ടുകെട്ടുകൾ ഇത് തുറന്നുകാട്ടുകയായിരുന്നോ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി? മനു, ജാഥ ഇന്നത്തെ പര്യടനത്തിന് മുന്നോടിയായാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. വടക്കൻ മേഖലാ ജാഥ വൻ ജനകീയ മുന്നേറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ UDFന്റെ ജാഥ ഇപ്പോൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് വർഗീയ ശക്തികളെ വെള്ളപൂശിക്കൊണ്ടാണ് UDFന്റെ ജാഥയുടെ തുടക്കം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടാനാണ് UDFന്റെ നീക്കം. ലീഗിന്റെ ഉൾപ്പെടെ ആശയങ്ങൾ രൂപപ്പെടുത്തുന്ന ശക്തിയായി ജമാഅത്തെ ഇസ്ലാമി മാറിയിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ്, അതായത് തീവ്ര മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയാണ് കോൺഗ്രസ്. മതനിരപേക്ഷത തകർന്നാൽ കേരളം ഉണ്ടാകില്ല. അത്തരത്തിൽ കേരളത്തെ ഇല്ലാതാക്കാനാണ് ഈ വർഗീയ ശക്തിയുടെ ശ്രമം. ഇതിനെതിരെ ശക്തമായ പ്രതിരോധം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UDFന്റെ ജാഥയിൽ ഒരിടത്തു പോലും വികസനം ചർച്ച ചെയ്യുന്നില്ല, വർഗീയത മാത്രമാണ് അവിടെ ചർച്ച എന്നും അദ്ദേഹം പറഞ്ഞു. മലർപ്പൊടിക്കാരന്റെ സ്വപ്നമല്ല, മലയാളിയുടെ യഥാർത്ഥ സ്വപ്നമാണ് കിഫ്ബി വഴി യാഥാർത്ഥ്യമാകുന്നതെന്നും വിവിധ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് NPR സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അക്കാര്യം വീണ്ടും സർക്കാർ പരസ്യമായി വീണ്ടും പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഈ NPR നടപ്പിലാക്കില്ലെന്ന് പറയാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ആർജവമുണ്ടോ എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു. ഇവിടെ കേരളത്തിൽ പലതരത്തിലുള്ള വർഗീയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് FIR കൊണ്ടുവന്നത് പിണറായി വിജയനാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിച്ചു. അതിന്റെ കൂടുതൽ അത് ഏറ്റുപിടിച്ചുകൊണ്ട് UDFും കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് LDF വീണ്ടും മൂന്നാമതും കേരളം LDF തന്നെ ഭരിക്കും. അതിന്റെ ഒരു മുന്നേറ്റമാണ് ഈ വികസന മുന്നേറ്റ ജാഥയിൽ ജനങ്ങളുടെ വലിയ പങ്കാളിത്തമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശരി, ഇനിയിപ്പോൾ ജാഥയുടെ ഇന്നത്തെ ആദ്യ സ്വീകരണം എവിടെയാണ്? അതിനുശേഷമുള്ള ജാഥയുടെ പര്യടന വഴികൾ ഏത് രീതിയിലാണ് കുട്ടൻ? ഇന്ന് ആദ്യത്തെ സ്വീകരണം പേരാമ്പ്രയിലാണ്. പേരാമ്പ്ര മണ്ഡലത്തിലാണ് ആദ്യത്തെ സ്വീകരണം. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സ്വീകരണ പരിപാടികൾ ആരംഭിക്കും. അവിടെ ജാഥകൾ സംസാരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ജാഥ ക്യാപ്റ്റൻ അല്പസമയത്തിനകം പേരാമ്പ്രയിലെത്തും. അതിനുശേഷം നാദാപുരത്താണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ സ്വീകരണം. പിന്നീട് കുറ്റ്യാടിയിലെ ആയഞ്ചേരിയിൽ, നാദാപുരത്തെ കല്ലാച്ചിയിലാണ് സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് കുറ്റ്യാടിയിലെ ആയഞ്ചേരിയിലും അതിനുശേഷം വൈകിട്ട് വടകരയിലാണ് ജാഥയുടെ ഇന്നത്തെ സമാപനം. ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് CPIMന് വലിയ ബഹുജന അടിത്തറയുള്ള മേഖലകളാണ്, ഗ്രാമീണ മേഖലകളാണ്. ഇവിടങ്ങളിലൊക്കെ പതിനായിരങ്ങൾ ഓരോ ഇടങ്ങളിലും ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി എത്തിച്ചേരും. മനു, PV കുട്ടൻ വിവരങ്ങൾ നൽകിയത്. MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിന്റെ ഒപ്പം തന്നെ വികസന മുന്നേറ്റ ജാഥയുടെ ഇന്നത്തെ വടക്കൻ മേഖലാ ജാഥയുടെ പര്യടന വഴികളെക്കുറിച്ചുമാണ് ഇപ്പോൾ കുട്ടൻ നമുക്ക് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്.